കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നേ? അമ്മേ, ലാലേട്ടൻ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. എന്താ അവിടെ പ്രശ്നം വല്ലതുണ്ടോ? അയാളുണ്ടല്ലോ, ലാലേട്ടന്റെ അളിയൻ. അയാള് ചേച്ചിക്കുണ്ടായ സംഭവങ്ങളൊക്കെ അറിഞ്ഞു. ചേച്ചി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവൻ ആളത്ര ശരിയല്ല, ജയലാലിന്റെ അളിയൻ. അതാ ലാലേട്ടന്റെയും പേടി. ഹേമലതയും ചാരുവൊക്കെ ഈ സംഭവം അറിഞ്ഞ പിന്നെ മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മോളെ ഇവിടെ കൊണ്ടുവിടാൻ പറയണം. ചേച്ചി വരുമോ? വരാതെ പിന്നെ? അവിടെയുള്ളവരുടെ ആട്ടും തുപ്പ് സഹിച്ച് എത്ര നാളും മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? അതുമാത്രോ, ജയലാലിന്റെ അമ്മയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവര് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അവര് സ്ഥിരമായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദീപമോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ലാലേട്ടന്റെ നിലപാടനുസരിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങള്. ലാലേട്ടന്റെ അമ്മയെ മറികടന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ ജയലാലിനൊന്ന് വിളിക്കണോ? വേണ്ട, എന്ത് ചെയ്യണോന്ന് അറിയാത്ത അവസ്ഥയില ലാലേട്ടൻ ഇപ്പം. പ്രേമൻ എന്ന് പറയുന്നയാള് ഈ സംഭവത്തിന്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയെന്നാ പറഞ്ഞത്. മോൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഞാൻ പോയി ഉറപ്പായിട്ടും മോളെ കൂട്ടിക്കൊണ്ടുവരും. എന്ത് വിഷമം ഉണ്ടായാലും ചേച്ചി അത് തുറന്നു പറയില്ലല്ലോ. പറയണ്ട. അവളോട് സംസാരിക്കുമ്പോ എനിക്കറിയാം മോളവിടെ ശ്വാസം മുട്ടി കഴിയാണോ അല്ലയോ എന്ന്. എന്റെ മോളെ ഇതിന്റെ പേരിൽ അവൻ വേദനിപ്പിച്ച അവന്റെ കർണത്തൊന്ന് പൊട്ടിച്ചിട്ടായിരിക്കും ഞാൻ മോളുടെ കൈ പിടിച്ചോണ്ട് വരാൻ പോകുന്നേ. പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ജയലാലിന്റെ അമ്മ വരട്ടെ. അപ്പൊ അവർക്ക് മനസ്സിലാവും എനിക്ക് നാവുണ്ടെന്ന്. അവരെ പോലെ തന്നെ സംസാരിക്കാൻ കഴിവുള്ളൊരു നാവ്. നമ്മൾ എന്ത് ചെയ്താലും അതിനിടെ കിടന്ന് നട്ടം തിരിയാൻ പോകുന്നത് ലാലേട്ടനാ. അതുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കാതിരിക്കുന്നെ. ഏതൊരമ്മയും സ്വന്തം പെൺമക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു പയ്യനാ ജയലാല്. എന്നുവെച്ച് അവരെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ മോൾ എനിക്ക് വിളിച്ചുകൊണ്ട് വന്നേ പറ്റൂ. അത് കഴിഞ്ഞ് ജയലാലിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. എന്തായി കാര്യങ്ങള്? അവളെ ചേട്ടന്റെ അളിയന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? എല്ലാത്തിനും ഒരു താളമുണ്ട് മോളെ. എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ സമയവും സന്ദർഭവും നോക്കി കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കാനല്ല ഞാൻ എല്ലാം വെളിപ്പെടുത്തിയത്. എത്രയും പെട്ടെന്ന് പ്രേമേട്ടൻ ചെയ്യേണ്ടത് പ്രേമേട്ടൻ ചെയ്യണം. അതെന്തൊരു പറച്ചില്ല മോളെ. പിന്നെ ഞാൻ ചെയ്തില്ലേ? ചെയ്തില്ലെങ്കിലേ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി പറയും ജയിലില് ചേട്ടന്റെ അമ്മായിയമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ. നീ എന്തിനാ മോളെ അങ്ങനെ കഷ്ടപ്പെടുന്നേ? ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ. ഈ പൂച്ച എലിയെ കളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെയാ ഞാനിപ്പൊ എല്ലാരെയും കളിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് എല്ലാം തകർത്ത് കളഞ്ഞാലേ ഒരു രസമില്ലല്ലോ മോളെ. ഇഞ്ചിഞ്ചായി കൊല്ലുന്ന അല്ലേ നല്ലത്? അത് കണ്ടു നിൽക്കുന്നല്ലേ സുഖം. എനിക്ക് അവളുടെ ജീവിതം തകർന്നെന്ന് കേൾക്കുന്നതാ സന്തോഷം. രചനയുടെ ക്ലാസ്മേറ്റ് ആണ് ദീപ എന്ന് പറഞ്ഞിരുന്നു. അവള് കൊള്ളരുതാത്ത പെണ്ണാണെന്നും പറഞ്ഞിരുന്നു. എങ്കിലും അതിനപ്പുറം എന്തോ ഒരു ദേഷ്യം അവളോട് നിനക്കുണ്ടെന്ന് തോന്നല്ലോ മോളെ. ഉണ്ട്. ആ, തീർത്ത തീരാത്ത പക അവളോടും അവളുടെ കുടുംബത്തോടും എനിക്കുണ്ട്. അതുകൊണ്ടാ അവളുടെ ആ കുടുംബത്തിന്റെയും തകർച്ച ഞാൻ ആഗ്രഹിക്കുന്നതും. അതെന്താ മോളെ നിനക്ക് അവളോടും അവളുടെ കുടുംബത്തോടും ഇത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടാവാൻ കാരണം? ആ കാരണമൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അവളും ചേട്ടന്റെ അളിയനുമായുള്ള കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്നിട്ടും അവളുടെ കഴുത്തിൽ നിങ്ങളുടെ അളിയൻ താലി കെട്ടുന്നത് എനിക്ക് കാണേണ്ടി വന്നു. അവൾ അവിടെ ജയിച്ചെങ്കിൽ ഇനി പരാജയപ്പെടണം. അവള് വിധവയെ പോലെ കഴിയുന്നത് എനിക്ക് കാണണം. അതിനു വേണ്ടിയല്ലേ അന്ന് അളിയനെ തട്ടിക്കൊണ്ടുപോയത്? അതെ, പക്ഷേ അവിടെയും ദൈവങ്ങള് അവക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല.
സദാനന്ദ മുതലാളി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ അബ്കാരിയാ. അയാളുടെയും അയാളുടെ മോന്റെയും നോട്ടപ്പുള്ളിയാ ഇവളും ഇവളുടെ അമ്മയും ഇവളുടെ അനിയത്തിയും ഒക്കെ. ഓ, സദാനന്ദന്റെ മോൻ കാർത്തി ഇപ്പൊ ജയിലില്ല. അവനല്ലേ അന്ന് കല്യാണ മണ്ഡപത്തിൽ വന്നത്? അതെ. ഇനിയും പ്രേമേട്ടന് ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട്. നീ അത് എന്നോട് പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാം. അതിനു മുൻപ് ഞാൻ പറഞ്ഞത് നടക്കണം. നിനക്ക് ഉടനെ ഒരു വിളി വരും. ദീപ എന്ന നിന്റെ ശത്രു രാഘവ എന്ന വീട്ടിൽ നിന്ന് പുറത്തായെന്ന് പറഞ്ഞൊരു വിളി. പിന്നൊരു കാര്യം, അവള് പുറത്തു പോയാലും പിന്നാലെ പോകുന്ന നട്ടലില്ലാത്ത ഒരുത്തനാ ഈ പറയുന്ന ജയലാല്. അതെനിക്കറിയാം. പക്ഷെ ആ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അയാളുടെ അമ്മയല്ലേ? മൂത്ത മകൻ അവസാനം അമ്മയെ ധിക്കരിച്ച് ഭാര്യയുടെ കൂടെ പോയ കൂട്ടത്തിലാ. അതുപോലെ അനിയനും പോയാ നമ്മള് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ അത്ര പെട്ടെന്നൊന്നും ഇളയ മകനെ അമ്മയെ കൈവിട്ട് കളയില്ല. അവളുടെ മനസമാധാനം പോണം. എനിക്കത്രേ ഉള്ളൂ. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ ഉടനെ ചെയ്തോണം. അല്ലെങ്കിൽ ഞാൻ വാക്ക് പാലിച്ചിരിക്കും. നേരെ ജയിലിൽ പോയി ജയലാലിന്റെ അമ്മയോട് അവരുടെ മരുമകളെ പറ്റി അവരറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പോട്ടെ. ഇത്തിരി പൈസയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക, അതില്ലാതാവോ? പോകാൻ റെഡിയായോ മോളെ? ആ, ഇനി 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ എക്സാമാ. അത് കഴിഞ്ഞ് ഞാനെങ്കിൽ പോരും. കല്യാണം കഴിക്കാനായിട്ട് വരുമെന്ന് പറ. കല്യാണം കഴിക്കാനേട്ടോ? ആ, അമ്മ ജയിലിൽ നിന്ന് വന്ന ഉടനെ കല്യാണം നടത്തൂന്ന അമ്മ പറഞ്ഞത്. ആ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിടിച്ച് പിടിയാലെ നടത്തിക്കോണം. ഒരുത്തി ജയേട്ടനെ കുപ്പിയിലാക്കി കഴിഞ്ഞാ പിന്നെ വേണ്ടതുപോലെ സഹായം ഒന്നും കിട്ടത്തില്ല. നിനക്ക് 101 പവൻ തന്ന് കെട്ടിച്ചു വിടണോന്നാ അമ്മ പറയുന്നത്. അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് ഒരു 101 പവൻ കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊരു 10-90 പവൻ എന്തായാലും മോൾക്കെടുക്കാം. ഓ, എനിക്ക് പുതിയ ഫാഷനിലുള്ള സ്വർണം തന്നെ വേണം. അത് മാറ്റി പുതിയ സ്വർണം തന്നെ വാങ്ങിച്ചോ? അപ്പൊ പണിക്കൂലി മാത്രം മതിയല്ലോ. അവളുടെ 90 പവൻ എടുക്കുകയാണെങ്കിലേ എനിക്ക് 101 പോരാ. പിന്നെ 150 പവനെങ്കിലും കിട്ടണം. എനിക്ക് 10-60 പവനാ തന്നത്. ചേച്ചി ആലോചിച്ചത് ചേച്ചിക്ക് അതിന്റെ പകുതിയെ കിട്ടിയോളൂന്നല്ലേ? പ്രേമേട്ടനെ പോലൊരാൾക്ക് അതിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. ജോലിയും കോലിയൊന്നും ഇല്ലാത്ത ഒരുത്തിന്റെ കൂടെ എന്നെ കെട്ടിച്ചു വിട്ടിട്ട് പറയുന്നു നോക്ക്. കല്യാണം കഴിക്കുന്ന സമയത്ത് ജോലിയും കൂലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ വന്നത്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഫിനാൻസ് കമ്പനി ഉണ്ടെന്നൊക്കെ ഭയങ്കര തള്ളായിരുന്നു. ഏട്ടനെവിടെ? എനിക്ക് ഇറങ്ങാൻ സമയമായി. ലാലേട്ടൻ വരുന്നുണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയും ഇവിടെ ഇല്ല, ഞാനും പോവാ. ഞങ്ങളൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങളെ മറ്റൊരാളാക്കി മാറ്റരുത്. ഞങ്ങളെ ജയേട്ടനിൽ നിന്ന് അകറ്റരുതെന്നാ പറഞ്ഞത്. ആ പരിപാടിയൊക്കെ അവൾ ഇപ്പോഴേ തുടങ്ങിയല്ലോ. ജയേട്ടൻ ഞങ്ങളോടൊക്കെ കയർത്ത് സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ജയേട്ടൻ ഞങ്ങളെ വേദനിപ്പിച്ച അതിന് തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിനക്കായിരിക്കും. അത് മനസ്സിൽ വെച്ചോണ്ട് വേണം ഓരോന്നും ചെയ്യാൻ. രണ്ടെണ്ണം കൂടി ആ പാവത്തിനെ പേടിപ്പിക്കണോ? അങ്ങനെ ഭയപ്പെടുത്തിയാ ഭയപ്പെടുന്ന സാധനമൊന്നും അല്ല. പിന്നെ തല കുമ്പിട്ട് നിൽക്കുന്നത് ഒരു തരം അഭിനയമാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ചാരു, നീ നിന്റെ ചേച്ചിയെ കൊണ്ട് പഠിക്കാൻ നിൽക്കണ്ട. എല്ലാ ആണുങ്ങളും പ്രേമനെ പോലെയാണെന്ന് നീ കരുതണ്ട. ഭാര്യയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ കല്യാണം കഴിച്ചാലും നിനക്കെന്നും ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും. അങ്ങനെ നിന്നാൽ എന്താ കുഴപ്പം? ഞാൻ ഇവിടെ വന്ന് നിന്നാലും എന്നെ നോക്കാൻ എന്റെ അമ്മയുണ്ട്, ഏട്ടനുണ്ട്. ഓ, പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു പോയാലേ പിന്നെ കുടുംബത്തുള്ളവരെ ശല്യം ചെയ്യില്ല. ഓ, ഇനി അതും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താൻ വരുമായിരിക്കും. കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ഏട്ടന്റെ മാറ്റമാണ് ഈ കാണുന്നതൊക്കെ. കല്യാണം കഴിഞ്ഞ ശേഷമൊന്നുമല്ല, കല്യാണത്തിന് മുമ്പും നീ ഇവിടെ ഒന്ന് പ്രേമനൊപ്പം താമസിക്കുന്നത് ശരിയല്ലെന്ന് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പറഞ്ഞത് ശരിയാ. കല്യാണത്തിന് ഈ ചേട്ടന് നല്ല മാറ്റമുണ്ട്. ഭാര്യയെ തറപ്പിച്ചു നോക്കി, ഭാര്യയോട് ഒച്ചത്തിൽ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് പല തവണ ഏട്ടൻ എന്നോട് വഴക്കിന് വന്നിട്ടുണ്ട്. പ്രായത്തിൽ
നിന്നെക്കാളും മൂത്തതാ ദീപ, നിന്റെ ഏട്ടത്തി. അങ്ങനെയുള്ള ദീപയ്ക്ക് ഒരു ബഹുമാനം കൊടുക്കാതെ നീ ഇപ്പൊ സംസാരിക്കുന്നത്. ആ എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഇനി ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോഴേ ഒരു കൊട്ട നിറയെ ബഹുമാനം കൊണ്ടുവരാം. ഞങ്ങൾ രണ്ടാളും കൂടി അത് ഇറക്കി ഇവളുടെ തലയിൽ വെച്ചു കൊടുക്കാം. നീ പുറപ്പെടാൻ പോവല്ലേ? ഈ സമയത്ത് ഒരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല. നീ വരാൻ നോക്ക്. ദേ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ ഏട്ടനെ ഒരുപാടങ്ങ് മാറ്റി എടുക്കണ്ട. പോയിട്ട് വരാം ചേച്ചി. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. അതൊക്കെ ഞാൻ ഏറ്റു. ആഹാ, പ്രേമ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. മോള് പോവാണോ? പോയിട്ട് ഉടനെ വരും. ആ, അളിയ മോളെ കൊണ്ടുവിട്ടിട്ട് ഷോറൂമിലേക്ക് പോവോ അത് ഇങ്ങോട്ട് വരൂ? തീരുമാനിച്ചില്ല. ആ, അതെന്താ തീരുമാനിക്കാത്തത്? ഭാര്യയുടെ അടുത്ത് കൂടുതൽ നേരം ചെലവഴിക്കുന്നതേ നല്ലതാ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. അതെന്താ പ്രേമേട്ട അങ്ങനെ പറഞ്ഞത്? അല്ല, അയലത്തെ ചെറുപ്പക്കാരാമ്പിള്ളേരൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെയുള്ളപ്പോ അളിയന്റെ ഭാര്യയ്ക്ക് കണ്ണേർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ എറിയണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതാ. അത് പ്രേമ പറഞ്ഞത് ശരിയാ. അവള് ടെറസിൽ തുണി വിരിക്കാൻ പോകുമ്പോ അയലത്തെ ആമ്പിള്ളേരൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്നാ ഇന്ന് മുതൽ ഒരു കാര്യം ചെയ്യും, ടെറസിൽ നീ പോയി തുണി വിരിക്കും. ദേഹാനെങ്കിൽ ഒരു പണിയും ചെയ്യില്ല, എന്നാ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അളിയ ഒന്ന് അടങ്ങളിയാ, ഒരു പൊടിക്ക് അടങ്ങ്. എന്നിട്ടേ മോളെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ നോക്ക്. അല്ലെങ്കിൽ ഇന്ന് കണ്ണും കവളും കാണിക്കുന്നവള് നാളെ ചിലപ്പോ അയലത്തെ വീട്ടിൽ ഇരുന്ന് കൊച്ചു വർത്താനം പറയുന്നത് കാണേണ്ടി വരും. എന്റെ ഭാര്യ എനിക്ക് നന്നായിട്ട് അറിയാം. ദീപയുടെ സ്വഭാവം എന്താണെന്ന് താൻ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. ശരി ശരി, അളിയൻ വിട്ടോ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. നീ കേറാൻ നോക്ക്. ശരി. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച ജയേട്ട ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ടത്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. അതെന്താ? ആ, അതങ്ങനെയാ. ഇനിയിപ്പോ നമ്മളിവിടെ താമസിച്ചാലും അളിയൻ നമ്മളെ ഒന്നും പറയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞേല്ലേ. നമുക്ക് ഇനി അങ്ങോട്ട് നല്ല കാലമാ മോളെ. നമ്മുടെ ഏഴരയും കണ്ടകവും ഒക്കെ കഴിഞ്ഞു. എന്താ വേണ്ടേ? അവനെ പൊക്കണോ? ഒരു കൾച്ചറും ഇല്ലാത്തവന് കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയായിട്ട് മാറി താമസിക്കാതെ അവൻ ലാലേട്ടന്റെ വീട്ടിലാ വന്ന് നിൽക്കുന്നത്. അപ്പൊ തന്നെ അവന്റെ സ്വഭാവം മനസ്സിലാക്കാലോ. അങ്ങനെയുള്ളവനൊക്കെ പിന്നെ രണ്ടെണ്ണം കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് പിന്നെ സാഹചര്യം കൂടുതൽ വഷളാക്കിയാലോ? അവനിപ്പോ ലാലേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ ശരീരം എന്താ, ചിലപ്പോ അവൻ നാളെ പറയേണ്ടത് ഇന്നേ പറയും. ആണുങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയാവുന്നോണ്ട് ഞാൻ പറയുക, ഒരുത്തൻ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ അവനിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും അത് ചെയ്തിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. ചേച്ചി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എത്ര നാൾ അറിയിക്കാതിരിക്കും? ഒന്നാമത് ഈ പറഞ്ഞ പ്രേമന് ആത്മാഭിമാനമൊന്നും ഇല്ലാത്തവനാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലാലിന്റെ പെങ്ങളുമായിട്ട് ഭാര്യ വീട്ടിൽ ഇങ്ങനെ താമസിക്കില്ലായിരുന്നു. അങ്ങനെയുള്ളവന്മാർക്കൊക്കെ ഇതുപോലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തും. എന്റെ ചേച്ചിക്കിത് ശനിദശയാണെന്നാ തോന്നുന്നത്. എന്തോന്ന് ശനി? അല്ലെങ്കിൽ പിന്നെ ചേച്ചിയെ പോലൊരു പാവത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ജീവിതത്തിൽ അധികം പെൺകുട്ടികൾക്കൊന്നും സംഭവിക്കാത്തതൊക്കെയാ ചേച്ചിക്ക് സംഭവിച്ചിരിക്കുന്ന. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കുറച്ചൊക്കെ തന്റെ ഇടം വേണം. അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. പിന്നെ ഇപ്പൊ ഒരു ശനിയുടെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ ജയലാലിനെ പോലെ ഒരാളെ തന്റെ ചേച്ചിക്ക് കിട്ടില്ലായിരുന്നു. ഇത്രയൊക്കെ പേരുദോഷം ഉണ്ടായിട്ടും അതുപോലൊരാള് ദിയയുടെ ചേച്ചിയെ തേടി വന്നില്ലേ?
അതൊരു വലിയ കാര്യമല്ലേ? അത് മാത്രം ഒരു ആശ്വാസം. പക്ഷേ അങ്ങനെയുള്ള ലാലേട്ടനൊപ്പം സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുന്നില്ലല്ലോ. ലാലേട്ടന്റെ അമ്മ ജയിലിൽ പോയ ശേഷം അവരടിച്ചു പൊളിക്കുമായിരുന്നു. ലാലേട്ടന്റെ ചേട്ടന്റെ വീട്ടിലും ഞങ്ങളുടെ അടുത്തേക്കും ഒക്കെ വന്നു. എന്നാ ആ സന്തോഷമൊക്കെ ഈ ഒരു ഒറ്റ സംഭവത്തോടെ ഇല്ലാതായി. താൻ നോക്കിക്കോ, അവസാനം ഞാൻ തന്നെ അവനെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതോടെ അവന്റെ ശല്യം അവസാനിക്കും. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, അവനെ പൊക്കി ഒരിടത്ത് കൊണ്ട് ഇരുത്താം. എന്നിട്ട് പറയേണ്ട രീതിയിൽ തന്നെ പറയാം. ഒരു സിഗ്നൽ മാത്രം തന്നാ മതി. അമ്മ ആകെ ടെൻഷനില്ല. ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ. തൽക്കാലം പുലി കൂട്ടിനുള്ളിൽ തന്നെയാണല്ലോ ജയലാലിന്റെ അമ്മ. അവർ വരുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇതിലും വലിയ നെഞ്ചിരിപ്പായിരുന്നല്ലോ കല്യാണത്തിന്റെ അന്ന്. ആ ദിവസം എന്തെല്ലാം സംഭവിച്ചു. എന്നിട്ട് കല്യാണം നടന്നില്ലേ? പിന്നെ ബാക്കിയൊക്കെ വഴിക്ക് വന്നോളൂ. താൻ പറഞ്ഞില്ലേ തന്റെ ചേച്ചി ഒരു പാവാണെന്ന്. അങ്ങനെയുള്ളവർക്ക് അധികം തിരിച്ചടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്നും എന്നെ പോലൊരാളെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കരുത് കേട്ടോ. കാരണം ഇന്ന് കാണുന്ന എന്നെ ചിലപ്പോൾ നാളെ കാണാൻ പറ്റില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെയാണല്ലോ. എല്ലാവരെയും പോലെയല്ല എന്നെ പോലുള്ളവരുടെ കാര്യം. സാഹചര്യം ഒത്തുകിട്ടിയാ വെട്ടേറ്റ് വീഴും. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. എന്താ ഒരു വിഷമം? പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ വിഷമം തോന്നില്ലേ? ഭാഗ്യം. ഇനി വെട്ടേറ്റ് വീണാലും എന്നെ ഓർത്ത് കരയാൻ ആൾക്കാരുണ്ടല്ലോ. ആ കരച്ചില് പെട്ടെന്നൊന്നും തീരില്ല. ചിലപ്പോ അത് കാലങ്ങളോളം നീണ്ടു നിന്നെന്ന് വരും. ചിന്തിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കാണല്ലോടി നീ. ഇങ്ങനെ പോയ ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ ചിന്തിക്കേണ്ടി വരും. ഹലോ, ഇപ്പോഴും കറക്ക ഒരുത്തിനൊപ്പം നിന്റെ ഇളയ മോള് ആ ഗുണ്ടയ്ക്കൊപ്പം. അവൾ ഏത് നേരവും അവനെ പുറത്തു വെച്ച് കാണുന്നുണ്ട്. അത് ചില പരിചയക്കാരെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. ബാറിൽ പോയപ്പോഴാണ് ചില പരിചയക്കാര് പറഞ്ഞത് അവളെ അവനെ ഒരുപാട് സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. കാണട്ടെ, അതിനി ഞാൻ തടയാനൊന്നും പോകുന്നില്ല. അയാളെ ഒരിക്കലും നിങ്ങളെ പോലൊരാളല്ല. എന്റെ മോളുടെ കല്യാണം നടന്നത്, ഞാൻ കോടതിയിൽ ജയിച്ചത് എല്ലാം അയാള് കാരണ. മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. എന്നെ കോടതിയിൽ മുട്ടുവെത്തിച്ചപ്പോ നിനക്ക് അവനോടുള്ള സിമ്പതി അങ്ങ് കൂടി അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അവനോട് താലി വാങ്ങിച്ചോണ്ട് വരാൻ പറ. എന്നിട്ട് അത് നിന്റെ പുന്നാര മോളുടെ കഴുത്തിൽ അങ്ങ് ചാർത്താൻ പറ. അതോടെ ആ ബാധ്യത തീരുമല്ലോ. എന്റെ മകൾ നിങ്ങൾക്ക് ബാധ്യത, എനിക്കല്ല. ഒരവസരം കിട്ടിയ സദാനന്ദനും അയാളുടെ മോനും കൂടെ അവനെ വെട്ടി വീഴ്ത്തും. അതുപോലെ തന്നെ അവന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഗുണ്ടകൾ വേറെ ഉണ്ട് ഇവിടെ. അവരെയൊക്കെ നേരിടാൻ അയാൾക്കറിയാം. എന്തായാലും ഇനി ദിയോട് ജഗനെ കാണണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറയേയില്ല. ഏത് രാത്രിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാ ഈ പറയുന്ന ജഗൻ. നിങ്ങൾ അച്ഛനേക്കാളും ദിയക്ക് വിശ്വാസം അയാളെ. പിന്നെ ഞാൻ എന്തിന്റെ പേരിലാ വിലക്കേണ്ടത്? നിന്റെ മോളെ കാണാൻ ഒരു ദിവസം പാതിരാത്രി മതിലും ചാടി അവൻ വന്നില്ലടേ. അവളും അവനും തമ്മിൽ പരിധി വിട്ട ബന്ധമുണ്ട്. എന്റെ മകളെ നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. ഇങ്ങനെ പറഞ്ഞല്ലടി മൂത്തവള് വഴിതെറ്റി പോയത്. അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവള് ചെന്ന് പെട്ടില്ലേ?
അതിന്റെ പരിക്ക് ഇതുവരെ മാറിയിട്ടുണ്ടോ? നാളെ അവൾ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ കാരണവും ആ സംഭവം തന്നെ. എന്നിട്ടും എന്തിനാണ് പിന്നെ നീ മക്കളെ കയറൂരി വിടണേ? ഇത്തരം സാഹചര്യത്തിൽ എനിക്കും എന്റെ മക്കൾക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ ജഗനെ പോലൊരാളിന്റെ സഹായം കൂടിയേ തീരൂ. നിങ്ങളിപ്പോ പറഞ്ഞ സദാനന്ദനും കാർത്തിയൊക്കെ ജഗനെ മാത്രമല്ല, ഒരവസരം കിട്ടിയാൽ എന്നെ എന്റെ മക്കളെയും വെട്ടി വീഴ്ത്തും.